ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നൽകേണ്ടി വരുന്ന ഏകദേശം 600 കോടി രൂപയുടെ നഷ്ടപരിഹാര തുകയ്ക്ക് സ്പോൺസർമാരെ കണ്ടെത്താനുള്ള നീക്കവുമായി ഗുരുവായൂർ ദേവസ്വത്തിന്റെ നിലവിലെ നിക്ഷേപത്തിൽ നിന്നും തുക ചെലവഴിക്കാതെ സന്നദ്ധരായ വ്യക്തികളെ കൊണ്ടും സ്ഥാപനങ്ങളെ കൊണ്ടും ഈ ചെലവ് വഹിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ക്ഷേത്ര വികസനത്തിന്റെ ഭാഗമായ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അവസാന ഘട്ടത്തിലാണ്. പദ്ധതിയുടെ ഭാഗമായി ആകെ 6.82 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. ഇതിൽ 160 കെട്ടിടങ്ങളും 22 കുടുംബങ്ങളുമാണ് ഉൾപ്പെടുന്നത്. ഇവർക്ക് നഷ്ടപരിഹാരമായി നൽകേണ്ട ഏകദേശം 600 കോടി രൂപ ദേവസ്വം കെട്ടിവയ്ക്കണം. ഈ തുകയാണ് സ്പോൺസർമാർ വഴി കണ്ടെത്താൻ ദേവസ്വം ശ്രമിക്കുന്നത്. ഇതിന് സന്നദ്ധതയറിയിച്ച് നിരവധി പേർ ദേവസ്വത്തെ സമീപിച്ചിട്ടുണ്ടെന്ന് ചെയർമാൻ A.V. ഗോപിനാഥ് പറഞ്ഞു. കണക്കുകൾ പ്രകാരം ഇത് അക്യൂസേഷൻ കഴിയുമ്പോഴേക്കും 600 കോടി രൂപ വരുന്നതാണ്. നമ്മൾ ചെറിയ ഒരു അസസ്മെന്റ് കിട്ടും. അത് പൂർണ്ണതയാണ്, ശരിയാണെന്ന് പറയാം, കുറയാം കൂടാം. പക്ഷെ 600 കോടി രൂപയോളം അതിന് ഈ അസസ്മെന്റിന് ഉപയോഗിക്കേണ്ടി വരും എന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. ആ 600 കോടി രൂപ നമ്മളെ ദേവസ്വം ഫണ്ടിൽ നിന്ന് ചെലവാക്കുന്നതിൻ്റെ അപ്പുറം സോഴ്സുകൾ തരികയാണ് ഞങ്ങൾ. നമ്മൾ ഫണ്ടിൽ തൊടാതെ ദേവസ്വത്തിന് 1 ഉറുപ്പ്യ പോലും ചെലവാക്കാതെ മറ്റു സോഴ്സ് ഒരുപാട് ഭക്തർ വന്നിട്ട് ഇപ്പോൾ സ്വർണ്ണ കിരീടങ്ങൾ 2 ആൾ കൊടുത്തു, വെള്ളി ഉരുളികൾ കൊടുത്തു. ഇതൊക്കെ ഈ ദിവസങ്ങളുണ്ടായി. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ട് ഓരോന്ന് ചെയ്തു തരാൻ പറഞ്ഞിട്ട്. എന്നാൽ വ്യാപാരികൾ ആശങ്കാകുലരാണ്. കൃത്യമായ മാസ്റ്റർ പ്ലാൻ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും അതിനുശേഷമേ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് കടക്കാവൂ എന്നുമാണ് ഇവരുടെ പ്രധാന ആവശ്യം. തങ്ങളുടെ ഉപജീവന മാർഗം സംരക്ഷിക്കുന്ന തരത്തിലുള്ള പുനരധിവാസ പാക്കേജും മതിയായ നഷ്ടപരിഹാരവും ഉറപ്പാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. എന്നാൽ എല്ലാവർക്കും നിയമാനുസൃതവും അർഹവുമായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കുമെന്ന് ദേവസ്വവും വ്യക്തമാക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആരുടെയും കണ്ണുനീർ വീഴ്ത്താൻ തയ്യാറല്ലെന്നും ദേവസ്വം ചെയർമാൻ ആവർത്തിച്ചു പറയുന്നുണ്ട്. എന്നാൽ ഇതേസമയം മുൻകാലാനുഭവങ്ങളാണ് ഭൂമി നഷ്ടപ്പെടുന്നവർ ചൂണ്ടിക്കാട്ടുന്നത്. ഓണാവധിക്കു ശേഷം ഇതു സംബന്ധിച്ച് വ്യക്തമായ തീരുമാനമുണ്ടാകുമെന്നാണ് അറിയുന്നത്.